വീഡിയോയില് ഇതിന്റെ പാർട്ട് 2 വരും. പക്ഷെ എന്താണ്, ഞാനിപ്പോ എന്റെ ക്രാഷിൽ എടുത്ത് തീർത്ത ടോപ്പിക്കുകൾ വെച്ചിട്ടൊരു അനാലിസിസ് പറയാം. അതായത് ഏതൊക്കെ ടോപ്പിക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിന്റ് മെട്രിക്സും ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരേ ടൈപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു റിട്ടേൺ കിട്ടും. നിങ്ങൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടും. ഡിറ്റർമിന്റിൽ നിന്ന് ഒരു ആവറേജ് 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മെട്രിക്സിൽ നിന്ന് ഒരു ആവറേജ് ഒരു 3 ക്വസ്റ്റ്യൻ, എങ്ങനെ പോലും ഒരു 5-6 ക്വസ്റ്റ്യൻ നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കുകളെക്കാളും ഒരു ഈസി സ്കോറിംഗ് ടോപ്പിക് എന്ന് വെച്ചാൽ വേറൊരു ടോപ്പിക്കിന്റെ വലിയ ഡിപ്പെൻഡൻസി ഇല്ലാത്ത ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ. ഇതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ ഇനി ഞാൻ പറയത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ മാത്രം എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു ഇതേപോലെ തന്നെ ഒരു വെയിറ്റേജ് 5-6 ക്വസ്റ്റ്യൻ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനും ആപ്ലിക്കേഷനും ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് ഒരു ഷുവർട്ടി വയ്ക്കാം. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിക്വാളിറ്റി ലോഗരിതം. ഈ ലോഗരിതം നല്ല ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ലപോലെ റിട്ടേൺ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ഇതും. ഇനിക്വാളിറ്റി ഇത് നിങ്ങൾക്ക് എന്താണ് റിട്ടേൺ കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് നിങ്ങൾ എന്താണ് ജനറൽ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ കിട്ടും. അല്ലെങ്കിൽ E⁻x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഒരു കോമൺ ആയിട്ട് നേച്ചർ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഇല്ല. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറേ ഉള്ളൂ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഇത് ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ചോദിക്കും. ഇത് രണ്ടും നല്ല കണക്റ്റഡ് ടോപ്പിക്കാണ്. പക്ഷെ എന്താണ്, ഇതിന് അങ്ങനെ റിപ്പീറ്റഡ് ഒന്നുമില്ല. പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫുൾ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 100% ഷുവർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഫുൾ ഐഡിയ ഉണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഇവിടെ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനും മിക്സഡ് ആയിട്ട് ചോദിക്കുന്നത്. അതായത് നിങ്ങളിപ്പം എടുക്കുമ്പോഴത്തേക്കും ലോഗരിതം ചിലപ്പോൾ ഇന്റഗ്രേഷൻ്റെ കൂടെ ചോദിക്കും, മെട്രിക്സിന്റെ അടുത്ത് ചോദിക്കും, ഇനിക്വാളിറ്റി എന്താണ് ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കൂടെ ചോദിക്കും. അപ്പൊ ക്വാഡ്രാറ്റിക് ഉണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബിക് ഇക്വേഷന്റെ റൂട്ട്സിന്റെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ അറിഞ്ഞിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എന്താണ് ജനറൽ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടോ, നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. അത് മാത്രമല്ല ഇതെല്ലാം കൂടി എന്താണ് ഇതിന് ഒരു 3-4 പാറ്റേൺ ടൈപ്പുകളേ ഉള്ളൂ. ഇത് ചില ഇയറിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ ഒക്കെ ആവറേജ് ഉണ്ട്. ഒരു 3-5 റേഞ്ച് ഹോപ്പ് ചെയ്യാം. പക്ഷെ ഇതും എന്താണ് എല്ലാ ക്വസ്റ്റ്യനകത്തും എന്താണ് സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അതായത് മിക്സഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ്ലി അവർ ചോദിക്കും. പിന്നെ ലിമിറ്റ്സിനകത്ത് 2 ഫോം ആയിരിക്കും. ഒന്ന് f(x)g ടൈപ്പ്, അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ. അപ്പൊ എൽ ഹോസ്പിറ്റൽ റൂൾ ഇതായിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ക്വസ്റ്റ്യൻ ഒരു ആവറേജ് പ്രതീക്ഷിക്കാം. ഈ 3 ക്വസ്റ്റ്യനകത്ത് ട്രിക്കി ആവുകയാണെങ്കിൽ ഒരെണ്ണമെങ്കിലും ട്രിക്കി ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 3 ഒരു 100% നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്ക്. അത് കഴിഞ്ഞ് സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലം 1-2 സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. സീരീസ് എക്സ്പാൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ AGP ഉണ്ട്. പിന്നെ നമുക്ക് എന്താണ് AP, GP, HP. ഇത് മിക്കവാറും എന്താണ് ഹാർമോണിക് പ്രോഗ്രഷൻ എല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇത് എങ്ങനെ പോയാലും നമുക്കൊരു 7 ക്വസ്റ്റ്യനോളം പ്രതീക്ഷിക്കാം. 7-8 റേഞ്ചിലോട്ട് പ്രതീക്ഷിക്കാം. ഇത് എന്താണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു 4-5 ഷുവർ ആയിട്ട് എഴുതാം. ഈ 2 ചിലപ്പോൾ എന്താണ് ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ കയറി ടഫ് ആവത്തില്ല. ടഫ് ആവാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം ഒരു ഭയങ്കര പ്രശ്നം. ഇത് കഴിഞ്ഞിട്ട് കോംപ്ലക്സ് നമ്പറിനകത്ത് എങ്ങനെ പോയാലും നിങ്ങൾക്ക് ലോക്കസിന്റെ ഒരു 2 ക്വസ്റ്റ്യൻ ഹോപ്പ് ചെയ്യാം. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ ഒരു 3 ക്വസ്റ്റ്യൻ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഹോപ്പ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് എന്താണ് വേറെ ഏതെങ്കിലും ഒരു കണക്ഷൻ, ഒരു ജോമെട്രി ആയിട്ടോ ട്രയാങ്കിളിന്റെ ഷേപ്പോ അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് കാര്യം, അല്ലെങ്കിൽ എന്താണ് ട്രയാങ്കുലർ ഇനിക്വാളിറ്റി അങ്ങനെയൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ എങ്ങനെ പോയാലും ഒരു മിനിമം ഒരു 7 തൊട്ട് ഒരു 10 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോംപ്ലക്സ്. അത് മാത്രമല്ല ഈ കോംപ്ലക്സിനകത്ത് നിങ്ങൾക്ക് എന്താണ് എന്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്നും പറഞ്ഞ് ചോദിക്കാം. അതായത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി കഴിഞ്ഞിട്ട് എന്ത് റൂട്ട് ചോദിക്കാം, 6th റൂട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, എന്ത് റൂട്ട് ഓഫ് യൂണിറ്റി, എന്തെങ്കിലും ഒരു ജോമെട്രി ആയിരിക്കും, ലോക്കസ്. അത് ഞാൻ പറയാം, വിട്ടുപോയി. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗണോമെട്രി ഉണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ക്വസ്റ്റ്യനും ഉണ്ട്. ഇപ്പൊ ട്രിഗണോമെട്രി ഇൻവേഴ്സ് ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്ക് അത് നിങ്ങൾ ഡൊമൈൻ, റേഞ്ച് ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് എഴുതാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗോയ്ക്കകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ട്രിഗോയും സീക്വൻസ് ആൻഡ് സീരീസ് ഇന്റർ കണക്റ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അരിത്തമാറ്റിക് മീനും ജോമെട്രിക് മീനും തമ്മിൽ എന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് നല്ല ഐഡിയ വേണം. അതറിയാമെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കോംപ്ലക്സ് നമ്പറിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരാൻ പോണത്.
പിന്നെ ഇതിനകത്ത് വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർമ്മ വരാൻ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചില സമയത്ത് മിക്കവാറും ഒക്കെ വരുന്നത് ഈ കോംപ്ലക്സ് നമ്പറും ക്വാഡ്രാറ്റിക് ഇക്വേഷനും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇത് രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് എന്താണ് അതിന്റെ പോളാർ ഫോമിലോട്ടോ അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ ലോജിക്കോ ഒക്കെ ആയിരിക്കും. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. മെജോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ടോപ്പിക് വൈസ് ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴും, ഇപ്പൊ ഞാനിപ്പോ ഒരു സീക്വൻസ് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഡയറക്ട്ലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണും, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഒരു ലോഗ് കാണും, ഇൻഡയറക്ട്ലി ഒരു ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാൻ കാണും. അപ്പൊ ഇത് ഇൻഡയറക്ട്ലി പല കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിക്വാളിറ്റി എങ്ങനെ വരും? ഇപ്പൊ സീക്വൻസിനകത്ത് ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ ഇല്ലേ? അപ്പൊ ഇനിക്വാളിറ്റി ഇവിടെ കയറി വരും. ഇപ്പൊ ടോപ്പിക്കുകളെല്ലാം എങ്ങനെ പോയാലും എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മളൊരു ടോപ്പിക് വൈസ് എടുക്കുമ്പോൾ എറൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഗസ് എന്താണ് ഈ ഒരു അപ്രോക്സിമേഷനിൽ പോവാം. അപ്പോഴത്തേക്ക് ഇത് എക്സാക്ട് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. പക്ഷെ ഇതൊക്കെ ഒരു ഗസ് ആണ്. ഒരു 90 ക്വസ്റ്റിനകത്ത് ഇത്രയും ടോപ്പിക് തന്നെ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 5, 10, 15, 20, 23, 28, 30, ഇതൊരു 6 ക്വസ്റ്റിന് അങ്ങനെ 36, ഇതൊരു 4 ക്വസ്റ്റിനൊക്കെ ആകുമ്പോൾ 40. എങ്ങനെ പോയാലും ഇതൊരു 40 തൊട്ടൊരു 45 റേഞ്ചിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പിടിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ എന്താണ്? ബാക്കി ടോപ്പിക്കുകളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഒബ്സർവേഷൻ. പക്ഷെ ഇതൊന്നും കറക്റ്റ് ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ പല ഇയറിൽ അവർ പല വേരിയേഷനിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ് ഒരു ഓവറാൾ നിങ്ങൾ എങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 7 ക്വസ്റ്റ്യൻ കുറയാതെ എല്ലാ പേപ്പറിലും കാണാം. അത് ഞാൻ എന്താണ് മിനിമം ഇട്ട് ഇപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതുകൊണ്ട് നമുക്കിത് ഗസ് ആണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പേപ്പറിനകത്ത് ക്വാഡ്രാറ്റിക് തന്നെ എന്തായിരിക്കും 3 തൊട്ട് 4 അല്ല 5, 6 ചോദിച്ച പേപ്പറുകളുണ്ട്. അതേപോലെ തന്നെ ഇനിക്വാളിറ്റി കൂടുതൽ ചോദിച്ച പേപ്പറുണ്ട്. അത് ഈ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ എന്താണ് മെജോറിറ്റി കേസുകളിൽ ഇത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഒരു 40 ക്വസ്റ്റ്യൻ ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് ഷുവർട്ടി പറയാം. ഒരു 45 എന്താണ് ഒരു ആവറേജ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതൊരു 50 വരെ പോകാം. അപ്പൊ 90 ക്വസ്റ്റിനകത്ത് 40 കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൗണ്ടാണ്. പകുതിയോളായില്ലേ? അപ്പൊ അതാണ് പറയാനുള്ളത്.